ഹലോ. വലൈക്കും സ്ലാം. ആരാണ് വിളിക്കുന്നത്? ഫസൽക്കാരാട്ടോ. അതെ. നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന് വെറുതെ പരിചയപ്പെടാൻ വെച്ച് വിളിക്കാണ്. ഓക്കെ ഓക്കെ. ആരായിരുന്നു വിളിക്കുന്നത്? ഇർഷാദ് എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂർ. ആ ഓക്കെ. എന്തായിരുന്നു വിളിച്ചത്? ഇതൊന്നുമില്ല. നിങ്ങൾ സ്ഥലം എവിടെ പറഞ്ഞത്? ഞാൻ കോഴിക്കോടാ. കോഴിക്കോട് എവിടെ? ടൗണിൽ തന്നെ. ടൗൺ എന്ന് പറയുമ്പം എവിടെ? ഈ മെയിൻ ടൗണാ? കോഴിക്കോട് മെയിൻ ടൗണാ? നിങ്ങൾ എന്റെ അഡ്രസ് അറിയാൻ വേണ്ടി വിളിച്ചാണോ? അല്ലല്ല, അങ്ങനല്ല. വീഡിയോ ഒക്കെ കാണലുണ്ട്, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വെച്ച് വിളിച്ചാണ്. നിങ്ങൾ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഞാൻ അഡ്രസ് പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ. അല്ല, ഒന്നാമത് വെച്ചാല് ഇപ്പൊ നമ്മൾ സുഡാപ്പിയൊന്നും ആക്കിയേക്കണ്ട. ഇല്ല, ഞാൻ ആരെന്താക്കണം എന്നുള്ള കോള് കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിച്ചത്. വിളിക്കുമ്പല്ല. നിങ്ങൾ എന്നോട് നല്ല രീതിയിൽ, എന്നോട് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. സംസാരിച്ച് എല്ലാ സ്ഥലത്തേക്കും കൊടുക്കാറല്ല. നമുക്ക് ഭരണഘടനയെ രാജ്യത്തിനൊക്കെ എതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമേ അവരെ നമ്മൾ സുഡാപ്പിയോ രാജ്യദ്രോഹികളൊക്കെ ആക്കാറുള്ളൂ. അല്ലാതെ ഒരാളെ വെറുതെ പിടിച്ചിട്ടൊന്നും നമ്മളൊരു സുഡാപ്പിയോ ഒരു രാജ്യദ്രോഹിയോ ഒന്നും ആക്കുകയില്ല. പിന്നെന്ന് വെച്ചാല് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇസ്രായേലിന് നമ്മളെ BJP സർക്കാരിനൊക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ എന്തായാലും സംസാരിക്കൂല. പിന്നെ RSS എതിരെ സംസാരിക്കൂ. നിങ്ങളെ RSS അതേപോലെ തന്നെ ഇസ്രായേലിനെയൊക്കെ ഭയങ്കര സപ്പോർട്ടാക്കിയിട്ട് നിങ്ങളെ വീഡിയോ ഒക്കെ കൂടുതൽ കാണാം. ഈ നിങ്ങൾ ഇപ്പൊ എന്തിനാ അനുകൂലിക്കുന്നത്? അത് ചോദിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾക്കൊരു മര്യാദ ഇല്ലേ? അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ ഇസ്രായേലിനെ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തില്? ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ കുറെ ആർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇല്ലില്ല, ആർക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെന്താ പ്രശ്നം? പക്ഷെ നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനും നിങ്ങള് വലതുപക്ഷമായിട്ടല്ലേ സംസാരിക്കുന്നത്? മുസൽമാനല്ലേ? ഞാൻ എന്താ മുസൽമാൻ ഭീകരവാദത്തിനെതിരെ പറയരുതെന്നു ഇസ്രായേലിനെ അനുകൂലിക്കരുത്? ഞാൻ ഒരു ലളിത ഓക്കെ ഞാൻ അംഗീകരിച്ച്. ഞാനൊരു ലളിതമായിട്ട് ചോദിക്കട്ടെ. ഇസ്രായേലിൽ 20% മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഈ 20% ഇസ്രായേലിൽ മുസ്ലിങ്ങളുണ്ട്, അറിയൂലേ? അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ നിങ്ങൾക്കൊന്നും തോന്നില്ല? മനസ്സിലായില്ല, വ്യക്തമായില്ല. അതായത് ഇസ്രായേലിൽ 20 ലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട്. 20%. ആ 20 ലക്ഷം തന്നെ പറയാ, കാരണം അവിടെ 1 കോടിയാണല്ലോ ജനസംഖ്യ വരുന്നത്. അപ്പൊ അവർക്ക് അവിടെ സമാധാനത്തില് ജീവിക്കണം എന്ന് നിങ്ങൾക്കൊന്നും ഒരു ആഗ്രഹമില്ലേ? അതൊക്കെ എന്തായിക്കോട്ടെ, നിങ്ങൾ അത് നോക്കുന്നില്ല എന്നല്ല. അപ്പൊ ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നം വെച്ച് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്. ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ സഖ്യാണ്. അതേപോലെ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം ഓടി എത്തുക. അതായത് ഈ കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ രാജ്യത്തൊരു പ്രതിസന്ധി വന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം ഓടിയെത്തൂ. ഈ പറയുന്ന പാലസ്തീനോ ഹമാസോ ഈ സംവിധാനങ്ങൾ ആരെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് ഓടി വരുമോ? നമ്മുടെ രാജ്യത്തിന്റെ പ്രതിസന്ധിക്കൊപ്പം നിൽക്കുവോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഹമാസ് കഴിഞ്ഞ ദിവസം എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ എല്ലാ വീഡിയോ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഹമാസ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞോ? ഹലോ ക്ലിയർ ആവുന്നില്ല? ഓക്കെ ഞാൻ എന്നാ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഖത്തർ ദോഹയിൽ വെച്ചിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ആരുമായിട്ടാണെന്നറിയോ? നമ്മുടെ രാജ്യം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ-ഇ-തോയ്ബയായിട്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിനെതിരുള്ള ഒരു ഭീകര സംഘടനയായിട്ട് എങ്ങനെ ഹമാസ് കൂടുമ്പോ ഈ ഹമാസിനൊക്കെ ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാ പിന്തുണയ്ക്കുക? അത് ശരിയാണോ? ഹലോ, എങ്ങനെ മനസ്സിലായില്ല? അറിയില്ല. ഓക്കെ, ഈ പറഞ്ഞ സംഭവം ഞാൻ ന്യൂസിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ന്യൂസിൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസിന്റെ നമ്മുടെ ചാനലില് ഇന്ന് രാവിലെ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഏത് മാധ്യമത്തിലാണ്, ഏത് അന്താരാഷ്ട്ര മാധ്യമത്തിലാണ് വന്നത് എന്നുൾപ്പെടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഞാനൊന്നും എന്റെ ഊഹാപോഹത്തിൽ ഒരു വീഡിയോ ചെയ്യല്ല. കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരൊറ്റ കാര്യമല്ല, ഒരു രാജ്യത്തിന്റെ കൂടെ നിൽക്കുക ഇസ്രായേലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സഖ്യരാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ ഇസ്രായേൽ ഉണ്ടാവും. ഒരു പാലസ്തീനും ഉണ്ടാവില്ല, ഒരു ഹമാസും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഈ ഹമാസിനെ അല്ലെങ്കിൽ ഈ പാലസ്തീനെ പിന്തുണയ്ക്കുന്നത്? അറിയായിട്ട് ചോദിക്കുക.
അന്നോ ഹമാസ് വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഓക്കെ, നിങ്ങൾ പറയുന്നത് അതായത് നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാല് നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ലാന്ന്, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാലസ്തീനെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണം എന്താണ്? പാലസ്തീനിൽ കുറെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അല്ലെ? ഓക്കെ, അപ്പൊ ഓക്കെ, ഞാൻ അംഗീകരിച്ചു. എനിക്കും അതിൽ വളരെയേറെ ദുഃഖമുണ്ട്. സാധാരണക്കാര് പാലസ്തീനിൽ നിന്നല്ല, ലോകത്ത് ഒരു സ്ഥലത്തും കൊല്ലപ്പെടരുത്. അപ്പൊ ഇസ്രായേലിലുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നില്ല? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അതായത് ഇസ്രായേലിലുള്ള സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾക്ക് ഒരു വിഷമമില്ലേ? കൊല്ലപ്പെടുന്നതിന് വിഷമമുണ്ട്. ഇസ്രായേലിൽ വിഷമമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇസ്രായേലിന്റെ പേര് നിൽക്കുന്ന വെച്ചാൽ ഉത്തരം ലളിതാണ്. പറയൂ. ഒരു ഭാഗം മാത്രം. അല്ല, ഞാൻ ഒരിക്കലും പാലസ്തീന്റെ ഓക്കെ, നിങ്ങൾ പറയുന്നത് വെച്ചാല് ഞാൻ ഈ പാലസ്തീന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മാത്രമേ ഭാഗം പറയുന്നുള്ളൂ എന്നുള്ളത് അല്ലേ? നിങ്ങൾക്ക് അതല്ലേ പ്രശ്നം? ആ പ്രശ്നത്തിന് ഉത്തരം വ്യക്തമാണ്. ഞാൻ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഭാരതാണ്. ഈ ഭാരതത്തിന്റെ ഒപ്പം നിൽക്കുന്ന രാജ്യത്തിനൊപ്പേ ഞാൻ നിൽക്കൂ. അല്ലാതെ നിൽക്കുന്നതെന്നല്ല മരിച്ചോണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാണ്ടോ? ചോദിച്ചോളൂ. അക്രമം നടക്കുന്നത് നമ്മൾ അനുകൂലിക്കുന്നില്ല. ഒരു സ്ഥലത്തും അക്രമം നടക്കരുതെന്നാണ്, ഒരു യുദ്ധം ഉണ്ടാവരുതെന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലപാടോ? ഇസ്രായേലിൽ അക്രമം നടത്തുന്നത് ഇസ്രായേലിനെ കൂടുതൽ നടത്തിയിട്ട് എത്ര ഇത് വന്നിട്ട് എത്ര കുട്ടികൾ വെച്ച് 40 എത്രാളം വെച്ച് കണക്ക് അല്ല, നമ്മളെന്താ പറയുന്നത് അറിയോ? നിങ്ങൾ ഈ ഇസ്രായേലിന്റെ ഈ തിരിച്ചടി മാത്രമല്ല നിങ്ങൾ ഓർക്കേണ്ടത്. ഇതൊക്കെ കാരണാരാ? ഹമാസ് കാരണമല്ല ഇതൊക്കെ ഇത്രയും പ്രശ്നമായത് അല്ലേ? നിങ്ങളൊന്ന് സൗണ്ട് പറഞ്ഞോളൂ. ഞാൻ ക്ലിയർ പ്രശ്നം ഉണ്ടായോ? എങ്ങനെ? നിങ്ങളൊന്ന് സൗണ്ട് സംസാരിച്ചോളൂ അറിയാം. ക്ലിയർ പ്രശ്നമുണ്ട്. പറഞ്ഞോളൂ. എങ്ങനെ? വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ഓക്കെ, അതും ശരിയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാ അറിയോ? ഇല്ല, ഈ രാജ്യത്ത് കൂടുതൽ കാണല്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കൊപ്പല്ലേ ഞാനും നിങ്ങളൊക്കെ നിൽക്കേണ്ടത് അല്ലേ? അല്ലാതെ നമുക്ക് എന്തിനാണ് മറ്റൊരാളൊപ്പം നിൽക്കേണ്ട ആവശ്യം? അല്ല, അക്രമം നടത്താന്നല്ല. അല്ല, നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒക്ടോബർ 7 വരെ ഈ ഗാസയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? നിങ്ങൾ തന്നെ പറയും, ഉണ്ടായിരുന്നോ? എന്ത് പ്രശ്നമോ? ഇതുപോലെ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലല്ലായിരുന്നു ഗാസയിലെ ജനത മൊത്തം ജീവിച്ചത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒക്ടോബർ 7 ശേഷമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പേ വിഷയങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ വിഷയങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഗാസയിലെ ജനതക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അവരിതുപോലെ ഓടിപ്പോവേണ്ട ഒരു ഗതികേടില്ലായിരുന്നു. പിന്നെ ഞാനും നിങ്ങളുമല്ല, ഈ രാജ്യത്തെ എല്ലാവരും ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കാവൂ. അത് ഞാൻ ഭാഗം നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് തന്നെ പ്രശ്നമുണ്ട്. അല്ല, നമ്മൾ എന്തിനാ ഹമാസിന്റെ ഓക്കെ, നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ ഹമാസിന്റെ കൂടെ നിൽക്കണം? നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവില്ല അതിന് പറയാൻ. അതെന്താ ഉത്തരം? മനസ്സിലായില്ല. അതായത് നിങ്ങളിപ്പോ പറയുന്നത് വെച്ചാല് ഇസ്രായേലിന്റെ ഭാഗം കൂടരുതെന്ന്. ഓക്കെ, ഞാൻ എന്തിനാ അപ്പുറത്തെ ഭാഗത്ത് കൂടണം? അതിനൊരു ഉത്തരം ഉണ്ടാവില്ല എനിക്ക്. നിങ്ങൾ അപ്പുറത്ത് ഭാഗത്ത് കൂടണം എന്നല്ല പറഞ്ഞു, നിങ്ങൾ ആരെ ഭാഗത്ത് കൂടണം എന്നല്ല. നിങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ അതിന്റെ മര്യാദക്ക് മാനത്തിൽ ചെയ്യാം. ഒരു ഭാഗം മാത്രം വാർത്ത ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ. ഇഷ്ടമാണ് നിങ്ങൾ ചെയ്ത്, നിങ്ങൾ ഇഷ്ടം പോലെയാണ്. അല്ല, അതൊക്കെ വേറെ കേസ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തുള്ള ഒരാൾക്ക് മറ്റൊരു ഈ പറയുന്ന ഹമാസിന്റെയോ ഈ പറയുന്ന പാലസ്തീന്റെയോ കൂടെ നിൽക്കാൻ പറ്റുക? അത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന വാർത്തകൾ ഒരിക്കലും ഭാഗമല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഭാഗമായിട്ട് തോന്നുകയാണ്. അത് നിങ്ങളെ ചിന്തന്റെ പ്രശ്നമാണ്. കാണുമ്പോൾ എനിക്ക് വലതുപക്ഷ ഒരു സൈഡായിട്ടാണ് എനിക്ക് പൊതുവെ. അല്ല, ഞാൻ പറഞ്ഞതില് നിങ്ങൾ വലതോ ഇടതോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്ന വിഷയത്തിലെ തെറ്റെന്താണ് നിന്നോട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴല്ലേ ഈ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ചു. ഓക്കെ, നിങ്ങളിപ്പോ എന്താ ചെയ്യുന്ന അറിയോ? RSS നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ?
അല്ല ഈ ഞാനൊരു ഒറ്റ കാര്യം, നിങ്ങൾ എന്നോട് മാന്യമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്നോട് RSS എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ RSS എവിടെ എപ്പ എന്ത് ചെയ്തു എന്നുള്ളത് എന്നോട് പറയണം. ഞാനിവിടെ സിസ്റ്റത്തിന്റെ മുമ്പിലാണുള്ളത്. നിങ്ങൾ ഡേറ്റ് വരെ പറഞ്ഞോളൂ, ആ ഡേറ്റ് വെച്ച് ഞാനിപ്പം നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാട്സപ്പിലേക്ക് അയക്കണം, ആ തെളിവ് സഹിതം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഈ നമ്മുടെ ഒരു ഓളത്തിൽ നിന്ന് വെറുതെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതുപോലെ RSS അത് ചെയ്ത് അങ്ങനെ പറയരുത്. നിങ്ങളൊരു തെളിവ് സഹിതം എന്നോട് പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ അല്ല 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 മുസ്ലിം നാമധാരികൾ എല്ലാരും ഞാൻ സുഡാപ്പികൾ ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞില്ല. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ പറയുന്ന ആള്, അല്ലെങ്കിൽ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഞാൻ സുടുകൾ എന്ന് പറയാറുള്ളൂ. അല്ലാത്ത ഒരാളെയും ഞാൻ എന്താക്കില്ല. ഞാൻ സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയണമെന്നേ പറയാറുള്ളൂ. ഒരിക്കലും ഞാൻ സാധാരണ മുസ്ലിം തന്നെ പറയല്. ഒരിക്കലും സുഡാപ്പി എന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ വ്യക്തം. അന്ന് ഞാനൊന്ന് ഉച്ചക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഒരു പെൺകുട്ടി ഞാൻ വിമർശിക്കുന്നില്ലല്ലോ. എങ്ങനെ SDPI പോപ്പുലർ ഫ്രണ്ട് എന്നല്ല, നമ്മൾ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണോ അവരൊക്കെ സുടുകളായിട്ട് തന്നെ കാണുന്നത്. അത് ഇന്ന സംഘടന, ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല. ഈ സുടുകളൊക്കെ ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവര് ഭീകരവാദം ചെയ്തു എന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നാ എനിക്ക് എന്തെങ്കിലും തെളിവ് അയച്ചു തരൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഞാൻ ചെയ്യുന്ന ഫോണുകളിലൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. നിങ്ങൾ എനിക്ക് അയച്ചു തരൂ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് എത്ര നല്ല രീതിക്കാ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ തയ്യാറാ ചർച്ച ചെയ്യാൻ. അത് ചാനലിലും ചെയ്യാം. നിങ്ങൾ എനിക്ക് തെളിവ് സഹിതം അയച്ചു തരൂ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ തെളിവ് വേണോ? അത് ഏതെങ്കിലും പറഞ്ഞോളൂ. അതിപ്പോ ഞങ്ങളൊക്കെ ഫണ്ട് ചെയ്യുന്നാലും അതുപോലെ തന്നെ ഈ RSS ചെയ്തെല്ലാം ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. അല്ല 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 ഞാൻ എന്താ അറിയോ, ഞാൻ ചെയ്യുന്നേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോ ആണെങ്കിലും കൃത്യമായിട്ട് റോട്ടേഴ്സ് പോലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു റെഡി ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലല്ലേ? ഒരു ഊഹാപോഹങ്ങൾക്ക് ഞാൻ ഒരു ചർച്ചയും ചെയ്യില്ല. അത് അങ്ങനത്തെ ആയിരക്കണക്കിന് മെസ്സേജ് എനിക്ക് വരാറുണ്ട് പല രീതിയിലും. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത് വീഡിയോ ചെയ്യാറില്ല. കൃത്യമായിട്ട് തെളിവുള്ള, അതിന് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെങ്കിലും ഈ പറയുന്ന ഭീകരവാദ ഇഷ്യൂ ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും എതിര് ഈ പറയുന്ന സംഘടനകൾ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ തെളിവ് സഹിതം എനിക്ക് അയച്ചു തന്നോളൂ. ഞാനിതൊന്നും ചെയ്യൂലെന്നോ അല്ലെങ്കിൽ ഞാൻ ആരോ ഭാഗമെന്നല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഓക്കെ, കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ എതിരായിട്ട് നിൽക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന സ്ഥലത്ത് പോകുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരുതുക ഞാൻ ഭാഗം പറയാന്ന്. ഞാൻ അതിലെന്താ തെറ്റ് പറയുന്നത്? എങ്ങനെ നമ്മൾ പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രി അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഇല്ല. എങ്ങനെ കേൾക്കുന്നില്ല? ഒന്ന് ക്ലിയർ ആയിട്ട് പറയണേ. എങ്ങനെ നമ്മൾ ആ പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനത്തിന് വിമർശിക്കുന്നില്ല, ഇന്ത്യൻ നിയമത്തിനും ഭരണഘടനയും നമ്മൾ വിമർശിക്കുന്നില്ല, രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കുന്നു. ഓക്കെ, അതിലെന്താണ് തെറ്റുള്ളത്? നിങ്ങൾ എനിക്ക് തെളിവ് സഹിതം അയച്ചു തരൂ, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്നെ ഫോൺ വിളിക്കും, ഞാൻ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെ വല്ല ഇതൊന്നും പറയുന്നില്ല. ഞാൻ എന്താ പറയുന്ന വെച്ചാല്, ഇവിടെ RSSും അതേപോലെ തന്നെ ഈ ഇസ്രായേലൊന്നും ചെയ്യുന്ന തെറ്റ് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. അല്ല, അതേപോലെ തന്നെ ഹമാസൊക്കെ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ കാണുന്നുള്ളൂ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇസ്രായേലിനെ നമ്മൾ പിന്തുണയ്ക്കണ്ടേ? നിങ്ങൾ പറയും നമ്മുടെ രാജ്യത്തിന്റെ സഖ്യ രാജ്യങ്ങളെ നമ്മൾ പിന്തുണയ്ക്കണ്ടേ? നമ്മൾ നാളെ ഒരു പ്രതിസന്ധിയിലായാൽ ഈ പറഞ്ഞ പാലസ്തീനോ ഹമാസോ ഓടി വരുമോ? വരൂല, ഒരാളും വരൂല. ഒരു നിലവിൽ തന്നെ ലഷ്കർ ഇ തൊയ്ബയായിട്ട് ബന്ധത്തില അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന പാലസ്തീൻ നമ്മുടെ രാജ്യത്തിന് പിന്തുണച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വരുന്നു?
ഇപ്പൊ നമുക്ക് യുദ്ധം വന്നാൽ ഇപ്പൊ ഇസ്രായേലിന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ വികസിച്ചില്ല ഇന്ത്യ. 100% വികസനമാണ്. പക്ഷെ ഒരു പ്രതിസന്ധി വന്നാൽ നമ്മുടെ രാജ്യത്തിന് കൂടെ പരമാവധി രാജ്യങ്ങളെ ഒപ്പം നിർത്തേണ്ടത് അത് നമ്മുടെ മികവല്ലേ? അത് ഇസ്രായേലൊക്കെ ഓടി വരുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലേ? അല്ല, ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി. നിങ്ങൾ ഇന്നോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കണ്ടല്ലോ. ഈ പറയുന്ന ഇസ്രായേല് നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണോ, ഈ പറയുന്ന ഹമാസ് കാരണം നമ്മളിൽപ്പെട്ട ഒരു മലയാളി നെയ്ത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മളിൽപ്പെട്ട ഒരു ചെക്കൻ കൊല്ലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, കൊല്ലത്ത് ഇസ്രായേലിൽ പോയ സമയത്ത് ഹിസ്ബുള്ളന്റെ ഒരു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട്. ശരിക്കും നിങ്ങൾ എന്നല്ല, ഈ കേരളത്തിലൊക്കെ ഉള്ള എല്ലാ ആളുകളും ഹമാസിനെതിരെ നിൽക്കാൻ പറ്റൂ. കാരണം അവര് കാരണം ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട് നമ്മളിൽപ്പെട്ട മലയാളികൾ, നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ ഈ ഹമാസ് കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ കാരണം നിങ്ങൾ പറഞ്ഞല്ലോ എന്തോ ഉപദ്രവമുണ്ട്, നമുക്ക് എന്ത് ഉപദ്രവമാണ്? നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞുതരും, ഞാനത് അംഗീകരിക്കാം ശരിയാണെങ്കിൽ. ഹമാസിനെ ഏതും തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഹമാസിന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അർജന്റീന അറിയില്ല, അർജന്റീന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര രാജ്യങ്ങൾ പ്രഖ്യാപിച്ചില്ല. ലഷ്കർ ഇ തൊയ്ബിനെ അമേരിക്ക ആണല്ലോ പ്രഖ്യാപിച്ചത്. ആ പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ അല്ല, അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പെട്ട ലിസ്റ്റിലുള്ളതാണ് ഹമാസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഹമാസ് ഭീകര സംഘം ആണെന്നുള്ളത്. ഇനി ആര് പ്രഖ്യാപിച്ചില്ലെങ്കിലും ലഷ്കർ ഇ തൊയ്ബന്റെ കൂടെ കൂടിക്കാഴ്ച നടത്തിയ ഹമാസ് നമുക്ക് ഭീകര സംഘം തന്നെ ഈ രാജ്യത്തെ സംബന്ധിച്ച്. അതിൽ എന്ത് തർക്കമുള്ളത്? ഇനി നമ്മൾ മറ്റൊരു രാജ്യം പ്രഖ്യാപിച്ചില്ലെങ്കിലും നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കേണ്ടി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, നമ്മുടെ രാജ്യം നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. പക്ഷെ ബോധമുള്ള നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബ ആയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയ ആളുകൾ നമുക്ക് അപകടകാരികളാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണെന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസിന്റെ ബുദ്ധിയൊന്നും വേണ്ട, ഏതെങ്കിലും ചെറിയ കുട്ടികൾ വരെ ചിന്തിച്ചാലുള്ള ഉത്തരല്ലേ. അപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു, ലഷ്കർ ഇ തൊയ്ബന്റെ കൂടെ നിൽക്കുന്നത് ആര് നിന്നാലും നമുക്ക് ശത്രുക്കളല്ലേ? 166 അറിയാ ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണത്തിൽ ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബ കൊന്നു തള്ളി, നമ്മളിൽപ്പെട്ട ആളുകളെ കൊന്ന്. എന്നിട്ട് ഇവരുമായിട്ട് കൂടിക്കാഴ്ച, ഇവരുമായിട്ട് ബന്ധത്തിൽ പോകുന്ന ഹമാസിനെ ബോധമുള്ള ആർക്കോ പിന്തുണയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഹമാസിനെ ആരംഗീകരിച്ചാലും അത് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമാണ്, അതിലൊരു തർക്കവും ഇല്ല. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടായിട്ടൊന്നുമല്ല, അതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്തിനോട് എന്തെങ്കിലും സ്നേഹമോ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം. ഇന്ത്യക്കെതിരൊന്നും പ്രവർത്തിക്കുന്നൊന്നുമില്ല. പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മൾ രാജ്യം പ്രഖ്യാപിച്ചല്ലേ ലഷ്കർ ഇ തൊയ്ബനെ അല്ലേ ഭീകര സംഘടനയായിട്ട് അവരൊപ്പം നിൽക്കുന്ന, പിന്നെ ഭീകര സംഘടനന്റെ കൂടെ നിൽക്കുന്നല്ലേ നമ്മുടെ രാജ്യം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബക്കൊപ്പം ഈ പറയുന്ന ഹമാസുകൾ കൂടിയാലോചന നടത്തിയാൽ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയല്ലേ? നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഹമാസിന്റെ രൂപീകരണം തന്നെ ഫലസ്തീന്റെ വിമോചനമാണ്. അതാണ് ഓക്കെ, ഇല്ല. അപ്പൊ അതാണ് ഈ ഹമാസ് അനുകൂലികളുള്ള ഒരു പ്രശ്നം. നിങ്ങൾ ഈ ഉന്നയിക്കുന്ന വിഷയം എന്നെ വിളിക്കുന്ന എല്ലാ ആളുകളും ഉന്നയിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ പാലസ്തീന്റെ വിമോചന സമരവും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ രാജ്യം പോലും എക്കാലഘട്ടത്തിലും ഭീകര സംഘടനയായി ഉയർത്തിക്കാട്ടുന്ന ലഷ്കർ ഇ തൊയ്ബയൊക്കെ ആയിട്ട് ഇവർ കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നത് ദോഹയിൽ വെച്ചിട്ട്? കഴിഞ്ഞ ദിവസത്തെ വാർത്ത പറഞ്ഞു ഞാൻ. കഴിഞ്ഞ ദിവസം കൂടിയാലോചന ഈ ഖാലിദ് മിഷേൽ ഉണ്ടല്ലോ, നമ്മുടെ മലപ്പുറത്ത് ഈ പ്രസംഗിച്ച ചങ്ങായി, ഈ പറയുന്ന ഇവന് ഈ ഭീകര സംഘടന മേധാവി ഉണ്ടല്ലോ, ഹമാസിന്റെ മേധാവി, ഇപ്പൊ അവനുമായിട്ടാണ് ഇപ്പോ ഈ പറയുന്ന സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്തിയ ലഷ്കർ ഇ തൊയ്ബന്റെ. അപ്പൊ ഈ പാലസ്തീൻ വിമോചന സമരം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി അല്ല, ഒരു ഒറ്റ പ്രശ്നമുണ്ട്, ഒക്ടോബർ 7 വരെ യാതൊരു സ്വാതന്ത്ര്യ പ്രശ്നം അവിടുത്തെ ജനതയ്ക്കില്ല. അവിടുത്തെ ജനതന്റെ സ്വാതന്ത്ര്യം തന്നെ നശിപ്പിച്ച അവിടുത്തെ ഹമാസാണ്. ഇപ്പൊ എന്തൊക്കെ തന്നെയാലും പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സംവിധാനം ആയിരുന്നെങ്കിൽ അവരെന്തിനാണ് ലഷ്കർ ഇ തൊയ്ബ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഉത്തരം പറയൂ. റിപ്പോർട്ട് ഞാൻ അയച്ചു തരണോ? ഈ വാട്സപ്പിലേക്ക് പൈസ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ അയച്ചു തരാം, എന്നിട്ട് നോക്കിയിട്ട് വിളിച്ചാൽ മതി. അതേപോലെ തന്നെ അല്ല, നോക്കി നിങ്ങൾ വിളിക്കി, നോക്കി വിളിക്കി, എന്നിട്ട് ബാക്കി നമ്മൾ സംസാരിക്കാം. ഒരു പ്രശ്നമില്ല. ഞാനിവിടെ വരുത്തുന്ന ഒന്നും കള്ളത്തരല്ല, യാഥാർത്ഥ്യ. ഓക്കെ, അയച്ചുതരാം. നിങ്ങൾ കണ്ടില്ലേ? കണ്ട്
ഓക്കെ. അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താ അറിയാനുള്ളത്? നിങ്ങൾക്ക് അതുമായിട്ട് മനസ്സിലായില്ലേ നമ്മുടെ ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറയുന്നില്ല, ഞാൻ ഹമാസിനൊന്നും സപ്പോർട്ടും ചെയ്യുന്നില്ല ഞാൻ ഓക്കെ. നേരത്തെ ഇനി ഓക്കെ പറഞ്ഞിട്ടുള്ള. ഓക്കെ ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിമോചന സമരമാണ് ഇവര് നടത്തുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. ഈ ഒക്ടോബർ 7 മുമ്പ് വരെ ആരായിരുന്നു ഗാസ ഭരിച്ചത്? ഹമാസ് തന്നെ. ഹമാസ് തന്നെ. പിന്നെ എന്ത് വിമോചന സമരം? അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കിയല്ലേ. ഇനി ഒരു കാര്യം കൂടി, ഹമാസ് തന്നെയാണല്ലോ ഭരിച്ചത്. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഗാസ എങ്ങനെയാ ഈ പലസ്തീൻ ജനതക്ക് കിട്ടിയത്? ആരെ കയ്യിലായിരുന്നു ഈ ഗാസ? ആരെ കയ്യിലായിരുന്നു? ഉത്തരമൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നും അറിയാതെ തന്നെയാണ് ആളുകൾ എന്നെ വിളിക്കാറുള്ളത്. ഈ ഗാസ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നല്ലോണം ഉത്തരം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കിയാൽ കാണാനും പറ്റും. ഈ ഗാസ ഈജിപ്തിന്റെ കയ്യിലായിരുന്നു. ഈ ഈജിപ്തിന്റെ കയ്യിൽ അറിയാലോ അല്ലെ? ഓക്കെ. ആ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലാണ് പിടിച്ചെടുത്തിട്ട് പാലസ്തീന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന ഇസ്രായേലിന്റെ എതിരെ വിമോചന സമരം എന്നൊക്കെ പറയുമ്പോൾ ബോധമുള്ള ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് ചെറിയൊരു ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു സംഘടന ബുദ്ധിയിലേക്ക് മനസ്സിലാവും. ഓക്കെ. പക്ഷെ ഈ 20,000 25,000 ആൾക്കാരെ കൊല്ലുന്നത് അതെന്താ? അപ്പൊ ഹമാസിന്റെ എതിരെ പറയണം. നമ്മൾ അതിന്റെ കാരണക്കാരാരാ? ഹമാസ് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടല്ലേ? അപ്പം നിങ്ങൾ ഹമാസിനെ എതിർക്കുന്നുണ്ടോ? എന്റെ ഒരു ചോദ്യം, നിങ്ങൾ ഹമാസിനെ എതിർക്കുന്നുണ്ടോ? ശക്തമായിട്ട് അല്ല, എതിർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലായി. എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നത് വെച്ചാൽ ഞാൻ ഇസ്രായേലിനെ എതിർക്കുന്നില്ല, ഹമാസിനെ എതിർക്കുന്നു. ഇസ്രായേലിനെ എതിർക്കുന്നോ ഞാൻ ചോദിച്ചില്ല, നിങ്ങൾ ഹമാസിനെ എതിർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഹമാസിനെ എതിർക്കാൻ അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതല്ലേ. അത് നിങ്ങൾ ഒരിക്കലും പറയരുത്. അത് പറയരുത്. നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് ഇപ്പോ ഹമാസ്. രണ്ട് ജനങ്ങൾക്കിടയിൽ ഒളിക്കുന്ന ആളുകൾ എങ്ങനെയാ നിങ്ങൾ പോരാളികൾ എന്നൊക്കെ പറയുന്നത്? പറയും ഈ ചെറിയ ചെറിയ ജനങ്ങൾ കൂടുതലുള്ള സാധാരണക്കാർ കൂടുതലുള്ള സ്ഥലത്ത് പോയിട്ട് വരിച്ചതിന്റെ അതിരി മാന്തുക, മണ്ണിന്റെ അടി പോവുക, ഒളിച്ചിക്കുക, അതെന്ത് പോരാളികളാണ്? അതാരോ ചെയ്യോ? നിങ്ങൾ പറയുമ്പോൾ ഒരു സമര സ്വാതന്ത്ര്യ സേനാനിക്ക് അങ്ങനത്തെ ടീമാണെങ്കിൽ ആരെങ്കിലും സാധാരണക്കാരുടെ പോവോ? ഞാൻ നിങ്ങളോട് എടുത്തു പറയാണ്, ഒരു സാധാരണക്കാരോ ഒരു സ്ഥലത്തും കൊല്ലപ്പെടരുത്. അതിനി എവിടാന്നില്ല. അത് കേവലം ഇവിടെ ഉള്ള ആളുകൾ പറയുമ്പോൾ പാലസ്തീനിൽ മാത്രമല്ല, യുക്രൈൻ റഷ്യ വാറിലാണെങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെടരുത്. അതേപോലെ തന്നെ പിന്നെ ഒരൊറ്റ കാര്യം കൂടി, ബന്ദികളാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ ഈ ഹമാസ്, അപ്പൊ അവരെ വിട്ടുകൊടുക്കണ്ട ഇസ്രായേലില്? വിട്ടുകൊടുക്കുന്ന എത്ര ആൾക്കാരുള്ള 100 ആൾക്കാരുടെ ഉള്ളൂ ബന്ദികളെ. അത് വിട്ടുകൊടുത്ത സാധാരണക്കാർ എത്ര ആൾ രക്ഷപ്പെടുന്നു? അപ്പൊ ഇവിടെ നിന്ന് എന്താണ് പറയേണ്ട ആളുകള്, ബോധമുള്ള ആളുകള്? ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുക്കൂ, ഈ ഗാസയിലെ ജനതയെ രക്ഷിക്കൂ എന്നുള്ളതിന് പകരം ഈ പറയുന്ന ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടെന്തോ കാര്യമുണ്ടോ? അപ്പൊ നിങ്ങള് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ല നിങ്ങളെ പറഞ്ഞെങ്ങനെ. എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തായാലും എനിക്ക് നല്ല നമ്മൾ ഇത്രയും നേരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹമാസിനെ അനുകൂലിച്ച് ഒരു അക്ഷരം പറയാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പിന്തുണച്ച ഈ പറയുന്ന ഹമാസിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. ഒരൊറ്റ കാര്യം, നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം അങ്ങോട്ടും ചോദിക്കാണ്ട്. ഇസ്രായേൽ 20 ലക്ഷത്തിലധികമുള്ള മുസ്ലിങ്ങൾ എന്താ നിങ്ങൾ ഒന്ന് ഒഴിവാക്കിയോ? അവർക്ക് എത്ര സമാധാനത്തിൽ അവരുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് എന്നാ ജീവിതം മുന്നോട്ട് വന്ന ഇസ്രായേലിൽ. അപ്പൊ അവര് സമാധാനത്തിലൊന്നും പോകണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നോട് നിങ്ങളെപ്പോലുള്ള ഓരോ ആളുകൾ നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിശ്വാസിയാണ്? അല്ല, ഈ വിശ്വാസിയാണോ ചോദിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെ കാര്യം ഒരു അക്ഷരം ഉണ്ടാത്ത് വീങ്ങിക്കാളുകയാണോ ആളുകൾ? 20 ലക്ഷത്തിലധികം ആളുണ്ട് അവിടെ. നിങ്ങൾ ഈ മലയാളികളുണ്ട് ഈ പറയുന്ന ഇസ്രായേലിൽ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. കാരണം ഒരുപാട് മലയാളികളുണ്ട് അവിടെ, ജോലിയും കാര്യങ്ങളൊക്കെ ആയി ജീവിതം മുന്നോട്ട് വന്നേ. അവരേക്ക് ഒന്ന് ബന്ധപ്പെടുക, എന്നിട്ട് ചോദിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, അല്ലല്ല, ചരിത്രങ്ങള് ഭയങ്കര വലിയ രീതിയിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ അപ്പുറം നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും. കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഉണ്ട് ഈ പറയുന്ന. ഇനി ആ ചരിത്രമൊക്കെ നിങ്ങൾ മാറ്റിവെക്കി. ചരിത്രമാണ്, ചരിത്രം ചർച്ച ചെയ്യട്ടോ, അതല്ല പറയുന്നത്. നിലവിൽ എന്തിനാണ് എന്നോ ചരിത്രം പറഞ്ഞ്
പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെന്നെ ഒരു വലിയ തെറ്റ്. ഇനി ചരിത്രം അനുസരിച്ച് പോലും ഈ പറയുന്ന പാലസ്തീൻ ജനതക്ക് വേണ്ടി ഒരാൾ പോലും മുദ്രാവാക്യം വിളിക്കണ്ട. ഈ ഹമാസ് ഒക്കെ ആ ജനതനെ തന്നെ നശിപ്പിക്കുന്നത്. അതിന് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെയും തിരിച്ചു ചോദിക്കൂ. അതേ ചോദ്യം നിങ്ങൾ ഇനി ചോദിക്കാതിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ചോദ്യം കൂടി ചോദിക്കണ്ടേ. ഈ നിങ്ങൾ വേറൊരു വീഡിയോ ഇപ്പം 23 മണിക്കൂർ മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഏതാണ് വീഡിയോ? ഈ സുപ്രഭാതം ഓൺലൈനിൽ തന്നെയാണ്. ഈ കേരളത്തിലെ ജിഹാദികളെ കേരളത്തിലെ എപ്പോ പൊട്ടിത്തെറിക്കുന്നുണ്ട് ജിഹാദികൾ എന്നുണ്ട്. മനസ്സിലായി. എനിക്കറിയാം. നിങ്ങൾ കാര്യം ചോദിച്ചോളൂ. ആ വീഡിയോ ഇങ്ങനെ കമന്റ് കണ്ടിട്ടാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്. ഒരാള് പറയുന്ന കമന്റ്, ജിഹാദികൾ നമ്മളെ കൂട്ടത്തില് നമ്മളെ കൂട്ടല്ലേ ഈ ജിഹാദികളെന്നും നമ്മളെന്ന് പറയല്ലേ. ഒന്നുമില്ല, നിങ്ങളെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഈ കമന്റ് ഇട്ട ആളുകളൊക്കെ ജിഹാദികൾ തന്നെയാണ്. നിങ്ങൾ വെറുതെ എന്നെ കൂട്ടരുത്. ജിഹാദികളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല. ജിഹാദികളുടെ അർത്ഥം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ജിഹാദ് എന്ന പദത്തിന് ഒന്നിലേറെ അർത്ഥങ്ങളുണ്ട്. സമാധാനവും നന്മ നിറഞ്ഞതുമായ ജീവിതം നയിക്കാനുള്ള പരിശ്രമം, അനീതിക്കും അടിച്ചമർത്തലുമെതിരെയുള്ള സമരവും വിശ്വാസവും അനുഷ്ഠാനവും സംരക്ഷിക്കാനുള്ള പ്രതിരോധ യുദ്ധം എന്നിവയെല്ലാം ജിഹാദിന്റെ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു. അത് നിങ്ങൾ എങ്ങനെ ജിഹാദി നമ്മളിപ്പോ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ജിഹാദായിട്ട് വിശ്വസിക്കുന്ന ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എന്നാല് ലോകത്തെല്ലാ സ്ഥലത്തും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകള് ഞങ്ങൾ ജിഹാദികളാണെന്ന് അഭിമാനത്തിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നത്? അത് വേറെ അത് വേറെ ഇത് വേറെ. അതെങ്ങനെ രണ്ടും ജിഹാദ് തന്നെയല്ലേ? ജിഹാദ് നിങ്ങളെ ജിഹാദോ അവരെ ജിഹാദ്, നിങ്ങൾ വേറൊരു വാക്ക് കണ്ടുപിടിച്ചോളി. ഈ ജിഹാദ് ഇന്ന് ലോകത്ത് നിലവിൽ ബോധമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ജിഹാദ് എന്ന് പറയുന്നത് ഭീകരവാദികൾ. ലോകത്ത് എന്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഈ ഭീകരർ എന്ത് ചെയ്യുന്നറിയോ? ജിഹാദാണ്. അത് അഭിമാനത്തോടെ അവർ വിളിച്ചറിയല്. അത് നിങ്ങൾ കേട്ടില്ലേ? അത് അഭിമാനം അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകളാണ് ഭീകരവാദികള്. അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് അതിന് വേറെന്തെങ്കിലും ഒരു വേർഡ് കണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർ തന്നെ ഉണ്ട്. അവരെ നിസ്കാരം ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല. അവരെ നിസ്കാരം ഞാൻ അംഗീകരിക്കില്ല. ഭീകരവാദി നിസ്കരിക്കുന്ന അതൊന്നും നമ്മളെ അല്ല. അവരെ ജിഹാദും അല്ല, ഒരാളെ ജിഹാദും അംഗീകരിക്കൂല. ഒരു ജിഹാദും അംഗീകരിക്കൂല. ഇവര് ജിഹാദ് അവിടെ ചെയ്യുന്നത് വിശ്വാസം. ആര് പറഞ്ഞ ഭീകരവാദ പ്രവർത്തനം നടത്തിയത് മലയാളം മീനിങ് നിങ്ങളിത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഈ പറയുന്ന ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കൂ. ഈ പറയുന്ന ഭീകരവാദികളൊക്കെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ജിഹാദ്, ഞങ്ങൾ ജിഹാദ് ചെയ്തു, ഞങ്ങൾ ജിഹാദികൾ, ഇതൊക്കെ പറയുന്ന ഭീകരവാദികളെ തന്നെയാ വിളിക്കുന്ന ജിഹാദികൾ. ഈ പൊട്ടിത്തെറിച്ച് നിങ്ങൾ ആ ഒരു ന്യൂസ് കണ്ടില്ലായിരുന്നു? നമ്മൾ ചെയ്തത് പറഞ്ഞല്ലോ 23 മണിക്കൂർ മുമ്പാ. നിങ്ങൾ അത് ജിഹാദായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? അതൊരു ഭീകര പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? അവര് ആ പറയുന്ന കമന്റുകളൊക്കെ അല്ലല്ല, നിങ്ങൾ പറഞ്ഞതിന് എന്റെ ചോദ്യങ്ങൾക്കും നിങ്ങൾ കേൾക്കണം. ഞാനൊരു ഒരൊറ്റ കമന്റ് അതിലുള്ള വായിച്ച് കേൾപ്പിക്കാം. എന്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പൊട്ടിക്കാത്തത്? ഇനി എവിടേക്ക് കാത്തു നിൽക്കുന്നു? ഇനി അടുത്തത്, ഇത് ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഒരു ജൂതനും സമാധാനമായി ഉറങ്ങണ്ട. ഇതാണ് ഒറിജിനൽ ജിഹാദ്, അതായത് യുദ്ധം. അതുകൊണ്ട് ഇവരെ പിന്നെ ഞാൻ ജിഹാദികൾ എന്നല്ലാണ്ട് എന്താ വിളിക്കേണ്ടി? അല്ല സമ്മതിക്കുന്നു, അതൊക്കെ തെറ്റ്. അല്ലല്ല, ഇനിയുണ്ട് ചോദിക്കാന്. ആ വിഷയത്തിൽ തന്നെ ചോദിക്കണ്ട്. ആ കമന്റ് ഇട്ട ആളുകളെയൊക്കെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല, അനുകൂലിക്കുന്നില്ല. പിന്നെ എന്തിനാ ന്യായീകരിച്ച് ചോദിച്ച്? അവരെ ന്യായീകരിക്കുന്നില്ല. പിന്നെ അല്ലല്ല, ആ വിഷയത്തിൽ സുപ്രഭാതം ചെയ്ത വീഡിയോ ന്യായീകരിക്കുന്നുണ്ടോ? സ്വയം പൊട്ടിത്തെറിക്കുന്നതിനൊക്കെ ഈ സ്വയം ഇസ്രായേൽ ഒരു വ്യക്തി പോയിട്ട് ഒരു ഭീകരൻ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നതിനാ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? സുപ്രഭാതം ഓൺലൈൻ ചെയ്തു. ഞാൻ അക്രമത്തിന് തന്നെ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിക്കും. പിന്നെ എന്തിനാ ജിഹാദിനെ അനുകൂലിക്കുന്നത്? ഞാൻ പക്ഷെ വേറൊരു കാര്യം, അല്ല ജിഹാദിനെ അല്ലല്ലല്ല ജിഹാദിനെ പിന്നെ നിങ്ങൾ അത് തള്ളി പറയാത്ത എന്താ? ജിഹാദ് എന്റെ ജിഹാദ് വേറാണ്, തീവ്രവാദികൾ ജിഹാദ് വേറാണ്. ഞാൻ പിന്നെ നിങ്ങളെ ലോകത്തെല്ലാവർക്കും ഒരു ജിഹാദെ അറിയൂ, ഭീകരവാദികൾ വിളിക്കുന്നത് വേറൊരു ജിഹാദിനെ അറിയൂ. അതേപോലെ തന്നെ ഇരട്ടത്താപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാല്,
നിങ്ങൾ ഇരട്ടത്താപ്പാണ് തീരെ മനസ്സിലായി. രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഹമാസ് സൂപ്പർ, രാജ്യത്തിനെതിരെ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും സൂപ്പർ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞില്ലേ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ അറിയോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പുറ ഭാഗത്തെ പറയാത്ത? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇല്ലേ? ഓക്കെ, നിങ്ങളിപ്പോ ഈ സുപ്രഭാതത്തിന്റെ ഇഷ്യൂ കമന്റ് പറഞ്ഞോളൂ. ഈ സുപ്രഭാതത്തിന്റെ ഇഷ്യൂല് നിങ്ങൾ ഈ വീഡിയോ ചെയ്തപ്പോ അതിന്റെ ഒരു കമന്റ് എടുത്തിട്ട് സ്ക്രീനിൽ കാണിച്ചു പറഞ്ഞില്ലേ? ആ വീഡിയോയുടെ അടിയിലെ കമന്റ് ശ്രദ്ധിച്ചിനോ? വീഡിയോ മതത്തിനെ ആ സുപ്രഭാതത്തിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ ആ വീഡിയോയുടെ കമന്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. അല്ലാഹുവിന് വേണ്ടി പൊട്ടിത്തെറിച്ചതിൽ സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടും, ഒരു ദൈവത്തിന്റെ നിലവാരം. അത് ഇസ്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെ മതത്തിനെതിരാണ് കമന്റ് വന്നിട്ട്. ഞാൻ വിശ്വസിക്കുന്ന മതത്തില് ഈ ഭീകര പൊട്ടിത്തെറിച്ചിട്ട് ഇതൊക്കെ ആവുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല കേട്ടോ. അല്ല, അതിന്റെ കമന്റിങ് അല്ല, നിങ്ങളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കണോ? ഇസ്ലാമിക് ജിഹാദ് പാലസ്തീൻ അല്ലേ ഈ സംഭവം കാണല് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്? അപ്പൊ മതത്തിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ ഒരു രീതിയിൽ? അങ്ങനെ മതത്തിന് ഇസ്ലാമും തീവ്രവാദമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാൻ കാട്ടിത്തരാം. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് പലസ്തീനിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് സംഘടനയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. കേട്ടില്ലേ? അപ്പൊ മതത്തിന്റെ പേരിൽ അവർ ചെയ്തിട്ടല്ലേ? ഈ മതത്തിനെ എന്തുകൊണ്ട് ആളുകൾ പറയുന്നത് ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ? ഞാനൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കേട്ടില്ലേ? വീഡിയോ കണ്ടില്ലേ? ഒരു ഭീകരവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ശക്തമായിട്ട് അതിനെ എതിർക്കണോ? ഇന്നായി പറയുന്ന കമന്റുകളൊന്നും നിങ്ങൾ കാണൂല. ഇതിപ്പോ സമൂഹത്തിന് പേടിയാ. ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കി അല്ലേ? അങ്ങനല്ലേ? ശരി. അപ്പോ ഈ കാസർഗോഡ് ഒരു വിഷയം നടന്ന് ഒരു ഹിന്ദു യുവതിനെ എല്ലാ ആളുകളും കൂടിയിട്ട് വന്ന് 29 ആളുകൾ വന്നിട്ട് ആക്രമിച്ചു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. എന്തിന്? ആ ഹിന്ദു യുവതി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. ഓക്കെ, ആ വിവാഹം കഴിച്ചതിന് ആ യുവതിയും മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്നത് എന്താണ്? മതത്തിലേക്ക് വരണമെന്ന് പറയുമ്പോ ആ മതത്തിന് ആളുകൾ പറയൂലേ? അതിനി പറയാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന മതത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിനെ എതിർത്ത് പറയണോ? ഒന്നും രണ്ടൊന്നും പോരാ. ഈ നിങ്ങൾ പറഞ്ഞല്ലോ അല്ലല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കി. ഒന്നല്ല, ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങി ഭീകരവാദത്തിനെതിരെ സംസാരിക്കണോ? ആ സംസാരിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ പറഞ്ഞ കമന്റുകളൊന്നും കാണൂല. മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ ചോദിച്ചത്? ഒറ്റപ്പെട്ട ഞാൻ എത്ര ഇത് കണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സിമ്പിൾ ആണ്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതായത് പാലസ്തീനിൽ ഈ ഭയങ്കര റാലിയൊക്കെ നമ്മൾ കണ്ടു. മുസ്ലിം ലീഗിന്റെ റാലി. നിങ്ങൾ ഏത് പാർട്ടി ഒന്നും എനിക്കറിയാം, പാർട്ടി ഇല്ലേന്ന് അറിയില്ല. മുസ്ലിം ലീഗ്, CPM, കോൺഗ്രസ്, സകല റാലി നടത്തി. ഞാൻ സിമ്പിളായി ചോദിക്കുക, അതിന്റെയൊക്കെ എത്ര മുമ്പ് ഒക്ടോബർ 7 1200-ലധികം ആള് കൊല്ലപ്പെട്ട് എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഇറങ്ങിയോ? അപ്പൊ ഒരു മതത്തിന്റെ പേരിൽ തന്നെ ഇതൊക്കെ നടത്തുന്ന പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ? മതത്തിന്റെ പേരിലോ എന്ത് നടത്തിക്കോട്ടെ, അങ്ങനെ എന്തോ അല്ലല്ല നിങ്ങൾ ഉയർത്തിയ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഒക്ടോബർ 7 1200-ലധികം ആള് കണ്ടിട്ട് ആരെങ്കിലും ഒരു റാലി നടത്തിയോ? നിങ്ങൾ പറയ്. എന്നെ വിളിച്ചൊരാൾ ഇല്ല. അപ്പൊ പിന്നെ ഇത് മതത്തിന്റെ പേരിലാണ് ആളുകൾ എതിർത്തു പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ ബോധമുള്ള ഒരാൾക്ക്? അടിക്ക് തിരിച്ചടി കൊടുക്കുമ്പോ 1200 ആള് മരിച്ചു, അത്രേ ഉള്ളൂ. എന്ത് ആ ഒക്ടോബർ 7 ഞാൻ നിങ്ങളോട് ഡേറ്റ്, ഞാൻ ഈ പറയുന്ന സാധനം ഏത് കൊച്ചുകുട്ടിക്ക് വരുന്ന കാര്യമാണ്. ഒക്ടോബർ 7 വലിയ ഈ കടന്നുകയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് 30,000 ആൾ കൊല്ലപ്പെട്ടു പറഞ്ഞ ഒരു വിഷയം കൊണ്ട് പറയും. ഞാൻ അവിടെ സിസ്റ്റത്തിന് മുമ്പിലാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്ക കാര്യങ്ങള്. അതൊക്കെ അതല്ല, ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പ് തന്നെ ഉള്ളത്. അതേപോലെ കാര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന വിഷയം കൃത്യമായിട്ട് ദി പ്രിന്റ് എന്ന് പറഞ്ഞ പത്രത്തിലെ വന്ന ആർക്കെതിരെ? BJP-ക്കെതിരെ നിരന്തരം വാർത്തയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ BJP ഇന്ത്യ ഗവൺമെന്റ് ഒക്കെയാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നത്. ഈ പറയുന്ന ഗവൺമെന്റിനൊക്കെ എതിരെ പറയുന്ന ഒരു പത്രത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടും നിങ്ങൾക്ക് പിന്നെയും ആ വിഷയമോ ലഷ്കർ ഇ തൊയ്ബന്റെ പേരെ കൂടിയാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും പ്രശ്നമല്ല. അതിന് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഹമാസിനെ സപ്പോർട്ട് ചെയ്യാത്ത എന്നെ ഇവിടെ ആരും ഹമാസിനെ, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ട് എന്നെ ലക്ഷക്കണക്കിന് ആളൊന്നും ഇവിടെ വിളിക്കുന്നൊന്നുമില്ല. ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാത്തതിൽ വിഷമമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്നെ വിളിക്കാറുള്ളൂ. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും സംസാരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പറയൂ ഹമാസ് ഭീകര സംഘടന എന്നുള്ളത് ഇനി ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും എത്തി.
അതല്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്രയും വീഡിയോ ചെയ്ത് നടക്ക് ഇത്രയും കുട്ടികൾ മരിക്കുന്നതിന്റെ ഞാൻ സാധാരണക്കാർ കൊല്ലപ്പെടരുത് അല്ല മുസൽമാനല്ലേ? ആ അത്രയും കുട്ടികൾ അത്രയും സാധാരണക്കാർ മരിക്കുന്ന വീഡിയോ ഞാൻ കണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് കണ്ടിട്ടില്ല. ഞാൻ എന്ന വ്യക്തി ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതം ഇന്നതായതുകൊണ്ട് വിഷമം വരുന്ന ഒരാളല്ല. ഏത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടാലും ഞാൻ അതിനെതിരെ സംസാരിക്കാറുണ്ട്. ഞാൻ എല്ലാ സമയങ്ങളിലും പറയാറുണ്ട്, പാലസ്തീനിലും കൊല്ലപ്പെടുന്ന സാധാരണക്കാർ അത് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളത്. അത് നമ്മൾ നിരന്തരം ഉയർത്തുന്നതാണല്ലോ. അത് നിങ്ങൾ കാണാത്ത നിങ്ങളൊരു ഭാഗം മാത്രം ചിന്തിച്ചിട്ടായിരിക്കും. നമ്മളെല്ലാ വിഷയങ്ങളും പറയാറുണ്ട്. ഒരു സാധാരണക്കാർ അത് ഈ നിങ്ങളെയൊക്കെ പോലെ ഈ പാലസ്തീനിൽ മാത്രമല്ല ഞാൻ കുട്ടികളെയും ആളുകളെയും കാണാറുള്ളത്. ഞാനത് യുക്രൈൻ വിഷയത്തിലും റഷ്യ യുക്രൈൻ വിഷയത്തിലും നൈജീരിയയുള്ള വിഷയത്തിലും അല്ലെങ്കിൽ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു മതത്തിലുള്ള ഒരാളിതാവുന്നല്ല. ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങള് ആരൊക്കെ പ്രീതിപ്പെടുത്താൻ ചെയ്താണ് ഇരട്ടത്താപ്പന്നെയാണ് ചെയ്യുന്നത്. അതാ പറഞ്ഞത്. നിങ്ങൾ ആരെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് തെളിവ് സഹിതം എതിര് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാര്യം ചെയ്ത നിങ്ങളെ ഈ മറ്റേ ഈ സുപ്രഭാതത്തിന്റെ അടിയിലെ കമന്റ് നിങ്ങൾ നോക്കിക്കോയിപ്പോ എന്താ പറഞ്ഞെന്ന് വെച്ചാല് അല്ലല്ല ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് ആ വിഷയത്തിനെ കുറിച്ച് പിന്നെ നിങ്ങൾ ചുറ്റിത്തെറിഞ്ഞ് ഇനി നിങ്ങളോട് ഇത് മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഇതൊക്കെ ചുറ്റി പിന്നെ ഞാൻ ഇസ്ലാമിനെ ഞാനൊരു മതവിമർശകനല്ല. അതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉൾപ്പെടെയുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഭീകരവാദികൾക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഹമാസിനെ അവർ സമരം വിമോചന സമരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗ് അടിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ കാസർഗോഡ് വിഷയം വരുമ്പോ ഹിന്ദു യുവതിനോട് ചെയ്തത് ചെറ്റത്തരാന്ന് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ലഷ്കർ-ഇ-തയ്യിബ ഭീകരവാദ സംഘടന അടിയുറച്ച ശബ്ദത്തിൽ പറയുന്നില്ല? അങ്ങനെ നിങ്ങളെപ്പോലുള്ള 10,000 ഈ മതത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഒരാളും ഇത്തരത്തിലൊരു കമന്റ് ഇടൂല. അല്ലാതെ ഞങ്ങൾക്കെതിരെ മാത്രം പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പറയുന്നതിലൊക്കെ ഒരു അതല്ലേ. സംഖ്യകളല്ല, ബോധമുള്ള എല്ലാരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തെളിവ് സഹിതം എന്നോട് പറയൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് മനസ്സിലായി. ഇനി ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ എന്നെ അടുത്ത പ്രാവശ്യം വിളിക്കുക. നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ അറ്റൻഡ് ചെയ്യാൻ എന്ന് വേണമെങ്കിലും വിളിച്ചോളൂ. വിളിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ October 7th, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങൾ ഡേറ്റ് ഞാൻ ഈ പ്രിന്റ് ആണ്, ഇന്ന ന്യൂസിലാണ്, ഇന്ന റോയിട്ടേഴ്സ് ആണ്, അന്താരാഷ്ട്ര മാധ്യമം അറിയുമ്പോൾ നിങ്ങൾ ആ പത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തുക. എന്നിട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുമ്പോ അത് വ്യക്തത അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് തന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും കൊടുക്കാൻ ആളുകൾ കാത്തിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിലൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് തെറ്റിപ്പോയാൽ കഴിച്ചില്ല വിചാരിക്കുന്ന 1000കണക്കിന് ആളുണ്ട്. ഓലക്ക് കൊടുത്താൽ മതി, ഓല ആഘോഷിച്ചോളൂ. നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഞാൻ ഒരു സ്ഥലത്തേക്കും ഞാൻ എപ്പം വേണമെങ്കിലും ഈ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ തെളിവ് സഹിതം എന്നെ വിളിക്കും. ഓക്കെ, ശരി. ശരി. അസ്സലാമു അലൈക്കും. ഈ ഒരു വ്യക്തി എന്നെ വിളിച്ച് ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, എന്നെ സുഡു ആക്കരുത്, ജിഹാദി ആക്കരുത് എന്ന്. എന്നെ 2 തരത്തിലുള്ള ആളുകളാണ് വിളിക്കാറുള്ളത്. ഒന്ന്, എന്നോട് സ്നേഹം പങ്കുവെച്ച് സന്തോഷം പങ്കുവെച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ. രണ്ടാമതായിട്ട് ഈ പറയുന്ന ഹമാസ്, ഈ പറയുന്ന നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് എതിരെയായിട്ട് അതിൽ കുരു പൊട്ടിയിട്ട് വിളിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിൽ കുറച്ച് ആളുകൾ തന്ത്രപരമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും, കുറച്ച് ആളുകൾ വിരളി പിടിച്ച് സംസാരിക്കുന്നു. നിങ്ങളൊക്കെ തന്നെ കേൾക്കാറുമുണ്ടല്ലോ. ഇതൊക്കെ ഒരു തന്ത്രപരമായിട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കോളാണ്. പരമാവധി ഹമാസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതൊരു തരത്തിലും നടക്കില്ല എന്ന് കണ്ട സമയത്ത് ഹമാസിനെ വിട്ടു. ശേഷം ജിഹാദ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അതും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല, അതിലൊരു ന്യായമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അതും വിട്ടു. എന്നിട്ട് അതേപോലെ സുപ്രഭാതം ഓൺലൈനിൽ വന്ന കമന്റുകളിലേക്ക് പോയി അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം. സകലതും ഇത്തരം തന്ത്രശാലികൾ, അപകടകാരികൾ തന്നെയാണ് ഇത്തരം ആളുകൾ. സുഡുകളല്ലാതെ മറ്റാരാണ്? എന്നെ കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നല്ല. നമ്മളിവിടെ ഉയർത്തുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള വിഷയങ്ങളാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്നവരെ ഇത്തരം ഫോൺ കോളുകളിലൂടെ എന്നെ വിളിക്കുന്നുള്ളൂ. അപ്പൊ അത്തരം ആളുകൾ സുഡുകൾ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.